നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. ഒളിമ്പിക്സിൽ തങ്ങളുടെ അവസാന ഗ്രൂപ്പ് സ്റ്റേജ് മത്സരത്തിൽ അർജന്റീന നാളെ കളിക്കാനിറങ്ങുകയാണ്. എതിരാളികൾ യുക്രൈനാണ്. ഗ്രൂപ്പ് ബിയിൽ അർജന്റീനയ്ക്ക് 3 പോയിന്റ് ഒന്നാം സ്ഥാനത്താണ്. പക്ഷേ ഗ്രൂപ്പിലെ മറ്റെല്ലാ ടീമുകൾക്കും 3 പോയിന്റ് ഉണ്ട്. സോ അവസാന മത്സരം നിർണായകമാണ്. പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കുക, മുന്നോട്ട് പോവുക, ഇതാണ് അർജന്റീനയ്ക്ക് ചെയ്യാനുള്ളത്. അതാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. ഒരു പക്ഷേ ഈ മത്സരത്തിനുള്ള സ്ക്വാഡിൽ പ്ലേയിങ് 11 മാറ്റമുണ്ടാവും എന്നാണ് ഇപ്പോൾ TYC സ്പോർട്സിന്റെ റിപ്പോർട്ട്. അവർ പറയുന്ന പ്രധാനപ്പെട്ട മാറ്റം ലൂക്കാസ് ബെൽട്രന് പകരം ലൂസിയാനോ ഗുണ്ടോ സ്റ്റാർട്ട് ചെയ്യും എന്നാണ്. ബെൽട്രന് ചെറിയ പരിക്കിന്റെ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ഗുണ്ടോ കഴിഞ്ഞ കളിയിൽ മികച്ച പ്രകടനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ ഹൂലിയൻ ആൽവരസിനൊപ്പം ലൂസിയാനോ ഗുണ്ടോ മുന്നേറ്റ നിരയിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യത കാണുന്നു. അതോടൊപ്പം തന്നെ മധ്യനിരയിലെ ചില മാറ്റങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. ഹൂലിയാനോ സിമയോണി ഇറങ്ങാനുള്ള സാധ്യത കാണുന്നു. പിന്നെ ബ്രൂണോ അമിയോൺ ഒരു പക്ഷേ അദ്ദേഹത്തിന് സെന്റർ ബാക്ക് പൊസിഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യത വരുന്നു. അങ്ങനെയെങ്കിൽ മാർക്കോ ഡി സെസാർഡ് പുറത്തിരിക്കാനുള്ള സാധ്യതയുമുണ്ട് എന്നാണ് ഇപ്പോൾ TYC സ്പോർട്സിന്റെ റിപ്പോർട്ട്. നമ്മൾ ആ പ്രോബിൾ ലൈനപ്പ് നോക്കുകയാണ്. ഗോൾ കീപ്പറായിട്ട് ജെറോണിമോ റുള്ളി, ഡിഫൻസിൽ ജോക്കിൻ ഗാർസിയ, മാർക്കോ ഡി സെസാറെ ഓർ ബ്രൂണോ അമിയോൺ വരാനുള്ള സാധ്യതയുണ്ട്. ദെൻ നിക്കോളാസ് ഓട്ടാമെൻഡി, ഹുലിയോ സോളർ. ദെൻ മധുരയിലേക്ക് വരുമ്പോൾ ജൂലിയാനോ സിമിയോണി ഓർ സാന്റിയാഗോ ഹെസ്സെ, രണ്ടിൽ ഒരാളായിരിക്കും സിമിയോണി കളിക്കാനുള്ള സാധ്യത വർദ്ധിക്കുന്നു. പിന്നെ ഇക്കി ഫെർണാണ്ടസും ക്രിസ്ത്യൻ മെദിനയും തിയാഗോ ആൽബൈഡയും ഉണ്ടാകും. മുന്നേറ്റങ്ങൾ നയിക്കാനായിട്ട് ഹൂലിയൻ ആൽവേരസും ലൂസിയാനോ ഗുണ്ടോയും. ഒരുപക്ഷെ ലൂക്കാസ് ബെൽട്രനെ പുറത്തിരുത്തി ഗുണ്ടോ കളിക്കും എന്നുള്ള അനുമാനത്തിലാണ് ഈ ഒരു 11 പറഞ്ഞത്. എന്തായാലും ശക്തമായ ടീമിനെ തന്നെ ഇറക്കി ഹാഗർ മഷറാനോ ക്വാർട്ടർ ഫൈനൽ ലക്ഷ്യം വെച്ച് ഇറങ്ങുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ് ഫുട്ബോൾ.